യേശുവിൻ്റെ ഉപമയിൽ ഒരു വിചിത്രമായ കാര്യമുണ്ട്. മണലിൽ വീട് പണിത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഭ്രാന്തനായിരുന്നില്ല. അവനും വീട് പണിയുകയായിരുന്നു. അവനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവനും ഒരു വീട് വേണമായിരുന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നം വീട് പണിതതല്ല, അവൻ പണിത സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു രഹസ്യമുണ്ട്. യേശു പറയുന്നത് മണലിൽ വീട് പണിയരുത് എന്ന് മാത്രമല്ല, അവൻ രണ്ട് മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ കേൾക്കുന്നു, പിന്നെ ചെയ്യുന്നു. മറ്റൊരാൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അതിനാൽ ഈ ഉപമയിൽ പാറയും മണലും വെറും രണ്ട് സ്ഥലങ്ങളല്ല, രണ്ട് പ്രതികരണങ്ങളാണ്. ഒരേ വചനം, ഒരേ യേശു, ഒരേ കേൾവി, പക്ഷേ വ്യത്യസ്തമായ പ്രതികരണം. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. മണലിന്മേൽ പണിത മനുഷ്യനും യേശുവിൻ്റെ വചനം കേട്ടിരുന്നു. അവൻ ആ ദൈവവചനം കേൾക്കാത്തവനല്ല, കേട്ടു. പക്ഷേ വചനം കേൾക്കുന്നത് ഫൗണ്ടേഷൻ ആകുന്നില്ല. വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഫൗണ്ടേഷൻ ആകുന്നത്. അതിനുശേഷമാണ് യേശു കൊടുങ്കാറ്റിനെ കുറിച്ച് പറയുന്നത്. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് ആഞ്ഞടിച്ചു. അത് ആ മണലിന്മേൽ പണിത വീടിന്മേലും ആഞ്ഞടിച്ചു. അപ്പോൾ ആ വീട് തകർന്നു വീണു. എന്തുകൊണ്ട്? കാരണം അത് വചനം കേട്ടിരുന്നെങ്കിലും വചനത്തിൻ്റെ മേൽ പണിതത് ആയിരുന്നില്ല. അതിനാൽ യേശുവിൻ്റെ ഉപമയിലെ ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലല്ല, കേൾക്കുന്നവനും കേട്ട് പ്രവർത്തിക്കുന്നവനും തമ്മിലാണ്. അതുകൊണ്ടാണ് ഒരേ വചനം കേട്ടിട്ടും രണ്ട് വീടുകൾക്ക് രണ്ട് വ്യത്യസ്തമായ ഫലങ്ങളുണ്ടായത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെ. ഇവിടെ വ്യത്യാസം കേട്ട വചനത്തിലല്ല, വചനത്തോടുള്ള പ്രതികരണത്തിലായിരുന്നു.